ബാക്കി തുണിയും കൂടെ വിരിച്ചിട്ട് അകത്തോട്ട് വരാം കേട്ടോ. നീ അച്ചച്ചേച്ചിയുടെ അടുത്ത് പൊക്കോ, കുഞ്ഞാവ് ഉറങ്ങാം. അച്ചേച്ചി അവിടെ അടുക്കളയിൽ ഏണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വരുമ്പോൾ ആ തുണി വിരിച്ചിട്ട് വരാമേ. രസം അയ്യോ പടവലങ്ങ എന്നോട് പറഞ്ഞു ഇത് നല്ലതാ, പിഞ്ചാ, ആനയാ, ചേനയാന്നൊക്കെ. എന്നിട്ട് പഴുത്ത പടവലങ്ങ അന്ന് അടുത്ത പ്രാവശ്യം വരട്ടെ. എന്തേ ബാക്കി എന്തേ കണ്ടോ? എന്നോട് പറഞ്ഞു അയ്യോ ഇത് പിഞ്ചാ മോളെ വാങ്ങിച്ചോ എന്നും പറഞ്ഞ്. എന്തേ എന്നെ കണ്ടോ? ശേ പറ്റിച്ച്. ഇനി വരട്ടെ. വേണ്ട ഇത് നടാവടി കിളിക്കുമായിരിക്കും അല്ലേ? മോളെ അകത്ത് കൈയിടണ്ട. പുഴുവങ്ങാനും ഉണ്ടോന്ന് ബാക്കി മുടിച്ചു നോക്കുമ്പോ അറിയാം. പിന്നെ പക്ഷെ മഴയില്ലാത്തോണ്ട് കുഴപ്പമില്ലായിരിക്കും. ആ അല്ലാണ്ട് ഇതിനകം കട്ടയില്ലല്ലോ. പക്ഷെ ഇതങ്ങനെ പഴുത്തു. ഞാൻ പോയി ബാക്കി വീഡിയോ എടുത്തോട്ടെ. ആക്കിക്കൊള്ളുമല്ലോ കൂട്ടാനും തോരനൊക്കെ. മേടിക്കണ്ടായിരുന്നു മോളെ. പക്ഷെ എന്തോ ചെയ്യാനോ. തുടക്കണേ ഗ്യാസൊക്കെ എല്ലാം കഴിഞ്ഞ് അല്ലേ? അപ്പോഴത്തേക്ക് ഞാൻ വരാം. ഇപ്പോഴത്തെ ഒരു വീഡിയോ എടുത്തോ, എന്നിട്ട് പോയി കഴിയുമ്പോഴും വന്നൊരു വീഡിയോ. ശരി. നമ്മുടെ മാങ്ങാക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ഇത് കടുമാങ്ങ ആക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇപ്രാവശ്യം പാമ്പാടി പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം അച്ചാറായി കഴിഞ്ഞു. കണ്ടോ, അച്ചാറായി കഴിഞ്ഞു. ഇരിപ്പുണ്ട് എല്ലാം അച്ചാറാക്കി കഴിഞ്ഞു. എന്തോ ചെയ്യാൻ എന്നെ നോക്കിയിരുന്നാൽ അങ്ങയുടെ ഒരു പരുവം കഴിഞ്ഞു പോകത്തില്ലേ. അപ്പോൾ അതിന് മുന്നേ തന്നെ മുളക് പൊടിയും കടുവും എല്ലാം ചേർത്ത് സെറ്റാക്കി വെച്ചിരിക്കുക. ഇനി ഇത് ഇരുന്നൊന്ന് എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ കഴിഞ്ഞിട്ടേ നമുക്കിത് ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റൂ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാങ്ങ ഇല്ലായിരുന്നു, അതിൻ്റെ അങ്ങേ വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ മേടിച്ചു. ഇനി ഇപ്രാവശ്യം ഇതെല്ലാം ആയി കഴിഞ്ഞിട്ടേ എനിക്ക് എല്ലാവരോടും പറയാൻ നോക്കൂ. അത് സെറ്റാവണം. അതെല്ലാം ഒന്ന് മുളകും ഉപ്പും കടുവും എല്ലാം പിടിച്ച് ഒന്നാവണ്ടേ. വേണ്ടേ മാളു കണ്ടായിരുന്നോ പേരപ്പനെ അത് കടുമാങ്ങ ആക്കിയപ്പം? ഇല്ല, പേരമ്മ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ കടുമാങ്ങ ആയിക്കഴിഞ്ഞു. കുറേ ദിവസം ആയെന്ന് പറഞ്ഞു പേരപ്പൻ. ഇത്രയും കടുമാങ്ങ എന്തിനാണ്? എന്തോ എല്ലാവർക്കും കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. എന്തോ ഉണ്ടാക്കാനാ പോന്നെ? രസോ? രസത്തിന് തേങ്ങ വേണോ? സ്പെഷ്യൽ രസോ ആച്ചി ചേച്ചിയുടെ അല്ലേ? രസത്തിനാണോ ഈ തേങ്ങ? തോരനാ മോളെ അത്. രസത്തിനകത്തൊന്നും ഇടത്തില്ല. എന്നിട്ട് അതിലേക്ക് കാന്താരിയും പച്ചമുളകും കൂടെ വേണോ? അപ്പൊ എരിവ് ഒരുപാടാവത്തില്ലേ? ഇട്ടു. കരിവേപ്പില ഇടാം, പിന്നെ കാന്താരി മുളക് ഇടാം, പിന്നെ പച്ചമുളക് ഇടാം. അപ്പോൾ ഉപ്പ്, ചെറിയ ഉള്ളി ഇതൊന്നും വേണ്ട? മതിയായിരിക്കും കരിവേപ്പില. മതി. അവളിപ്പോൾ വേറെ എന്തെങ്കിലും ആക്കി തരും. കുറച്ച് കാന്താരി മുളകും പിന്നെ എന്തുവാ അല്ലാത്ത മുളകും ഒക്കെ ഇടാമെന്നാണ് പറഞ്ഞത്. പച്ചമുളകും. എന്നാ മതി. അല്ലേ ഇത് കരിവേപ്പില ചമ്മന്തിയാവും അവസാനം. സബ്സ്ക്രൈബോ? എന്തുവാ സബ്സ്ക്രൈബ് ചെയ്യണം. പേരമ്മയുടെ ചാനല് സബ്സ്ക്രൈബ് എന്തുവാ ചെയ്യണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്നെന്തോയിരുന്നു വീഡിയോ? ഇന്നെന്തോ വീഡിയോ എടുത്തത്? പറയുടെ ഒരുക്കവും പറയും അല്ലേ? ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടന്ന് തുണി വീരി നടന്നില്ല. അങ്ങനെ മാളു ഇതേ എന്നെ സഹായിക്കുക. കുഞ്ഞാവയുടെ തുണി ഇടുന്ന ഇതെടുത്തുകൊണ്ട് വന്ന് ക്ലിപ്പ് മോളെ താഴെ വെച്ച് തരാം. അപ്പം നിനക്ക് ക്ലിപ്പ് ഇടാൻ എത്തും. ഒക്കെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ. കുഞ്ഞാവയുടെ നിക്കറെടുത്തുകൊണ്ട് വന്നത് ഇതിലാകുമ്പോൾ ഒരുപാട് തുണി ഇടാം അല്ലേ മാളു? പെരമാണ്ടി താഴെ ക്ലിപ്പിട്ട് തരാം. അപ്പം നിനക്ക് തൂക്കിയിട്ട് തരാം. അപ്പം നിനക്ക് വിരിക്കാനെത്തും. ഇത് ഇച്ചിരി നീക്കിയിട്ടിട്ടേ സ്ഥലം ഒഴിച്ചു തരാം. പറ്റുന്നത് വിരിച്ചാൽ മതി കേട്ടോ. ഒരു രസത്തിന് ചുമ്മാ. അവൾക്ക് വലിയ ഇഷ്ടം. ഇങ്ങനെ അവിടെ തുണിയെല്ലാം അവളാണ് വിരിക്കുന്നത്. അമ്മ ബാക്കി വെച്ചേക്കും അവൾക്ക് വേണ്ടി വലുതൊക്കെ അമ്മ വിരിച്ചിട്ട്. അല്ലെങ്കിൽ അവൾ വഴക്കുണ്ടാക്കും അവൾക്ക് വെച്ചില്ലെന്നും പറഞ്ഞ്. വെള്ളമുണ്ടോ? ഞാൻ പിഴിഞ്ഞു തരാം വേണമെങ്കിൽ.
ആ എന്നാ ഞാൻ പിഴിഞ്ഞു കൊടുക്കട്ടെ. വീഡിയോ എടുക്കാവോ ഞാൻ പിഴിയുന്നേ? പറ്റുമോ? തുണി വിരിയൊക്കെ കഴിഞ്ഞ് അവൾ പോയി. പാവം കൊച്ചുള്ള വെയിലെല്ലാം കൊള്ളണ്ടേ, പറഞ്ഞാൽ കേൾക്കത്തില്ല. അതെ അമ്മ പറയ്ക്കുള്ള ഇലയൊക്കെ എടുക്കുന്നു. പക്ഷേ പറയ്ക്കുള്ള ദൂഷണലയും ഇലയും പോവാ. എന്തിയാ കാണിച്ചേ? ഇന്നലെ അതേൽ 5-6 തുണിയും കൂടെ ഉണ്ടായിരുന്നു ക്ലിപ്പയിൽ, അവൾ അതെടുത്തുകൊണ്ട് പോയി. എല്ലാം മടക്കി വെക്കും. കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോകുമ്പോൾ എനിക്കെല്ലാം എടുത്തുകൊണ്ട് തരും. ഇതെല്ലാം ഇപ്പം മാളൂട്ടിയുടെ ജോലിയാണ്. ഞാൻ ഇട്ട് തരാം. നീ ഇത് മടക്കാൻ പോവണോ? ആണോ? കുളിച്ചിട്ടിടാനോ? അവൾ പറയുന്നതാ ഇടിയിക്കുന്നത്. ഇന്ന് ഏതാ ഇടണ്ടേ? അത് വേണോ? നോക്ക്. എല്ലാം എടുത്ത് റെഡിയാക്കി തരും. കുളിപ്പിക്കാനുള്ള ഷീറ്റ്, എണ്ണ, സോപ്പ്, ചെറിയ ബക്കറ്റിനകത്ത് വെള്ളം പൊക്കാൻ വയ്യെങ്കിലും അത് എടുത്ത് പൊക്കി കൊണ്ടുവന്ന് വെച്ച് തരും. പിന്നെ കുളിപ്പിച്ചിട്ട് വരുമ്പോഴത്തേക്കിനും തുടയ്ക്കാനുള്ള തുണി, ഉടുപ്പ്, നിക്കറ്, കൺമഷി, പൗഡർ, എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് തരും. പൗഡറൊന്നും ഇടിക്കുന്നില്ല, പൊട്ടൊന്നും തൊടിക്കത്തില്ല. പിന്നെ അവൾ പറയുന്നതുകൊണ്ട് അവിടെ സന്തോഷത്തിന് വേണ്ടി അവൾ തന്നെ ഒരു കുഞ്ഞ് പൊട്ട് തൊടിയിക്കും. പിന്നെ വയറ്റത്തും കാലിൻ്റെ വെള്ളയിലും ഒക്കെ മാളു കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ അമ്മ അവളെ അങ്ങനെ കരിയൊക്കെ ഇടിയിക്കാറുണ്ടെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവൾക്ക് അതുകൊണ്ട് കുഞ്ഞു ആവയുടെയും വയറ്റത്തും കാലിൻ്റെ വെള്ളയിലും ഒക്കെ കുത്തിടണം. അങ്ങനെ അതെല്ലാം ചെയ്യും. ഇപ്പം വാവ ഉറക്കമായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ മാളു? ഓരോ ഉടുപ്പിൻ്റെയും കൂടെ അതിൻ്റെ നിക്കറൊക്കെ വെച്ചൊക്കെ സെറ്റാക്കിയാണ് മടക്കുന്നത്. ഇതിപ്പം നോക്കുവോ, സെലക്ട് ചെയ്യുമോ ഏതാ ഇന്ന് കുളിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ റോസ് ഇടിയിച്ചാലോ? അതാകുമ്പം വേണ്ട, അത് ഞാൻ നോക്കട്ടെ, സെലക്ട് ചെയ്യട്ടെ. ഈ ഉടുപ്പാണെങ്കിലും ഇതിനും നിക്കറുണ്ട് കേട്ടോ, ഇതിന് നിക്കറുണ്ട്. മതി, കുഞ്ഞിന് ഇഷ്ടമുള്ള ഇടിയിച്ചോ. നിനക്ക് ഏതാണോ ഇടിയിക്കാൻ ഇഷ്ടം അത് ഇടിയിച്ചോ. ഇത്രയല്ല, ഇനി വേറെ ഉടുപ്പുണ്ട്, വേണേ അതിൽ നിന്ന് എടുക്കാം. ഇതിപ്പം നമ്മൾ വെളിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് ഏതെങ്കിലും മതി അല്ലേ? പോരെ? ഇതിൽ നിന്ന് ഏതെങ്കിലും മതി മോളെ. അല്ലെങ്കിൽ നീ നടക്കണ്ടേ അങ്ങ് വരെ? കേൾക്കത്തില്ല, പോയി എടുക്കാൻ. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ വാവ പോവും. അപ്പോഴാണ് ഇനി എന്നും രാവിലെ വരുമ്പോൾ ചോദിക്കും, പെരമ ഇനി വാവ എത്ര ദിവസം കൂടെ ഉണ്ട്, വാവ എന്നാ പോന്നേന്ന്. പോന്നെന്ന് പറയുന്നതേ അവൾക്ക് സങ്കടമാണ്. നിക്കർ കിട്ടിയില്ലയോ? നിക്കർ എടുത്തില്ലയോ? ഇതിൻ്റെ പാൻ്റാ മോളെ ഇപ്പം നമ്മൾ പിഴിഞ്ഞിട്ടത്. ഈ ഉടുപ്പിൻ്റെ ഈ പച്ച അല്ല, ഇതിൻ്റെ ഈ പച്ച ഉടുപ്പിൻ്റെ പാൻറ് നമ്മളിപ്പോൾ പിഴിഞ്ഞിട്ടില്ലേ? അത് ഈ ഉടുപ്പിൻ്റെ പാൻറ്. അത് മാത്രമല്ല, ഇത് വേണ്ട, ഇത് കൈയുണ്ട്, ഫുൾ കൈയും തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ചൂടെടുക്കും. മറ്റേത് ഏതെങ്കിലും എടുത്തു. അതോ? എന്നാൽ അതായിക്കോട്ടെ, അത് മതി. നിക്കർ ഏത് വേണം? നിക്കർ ഇത് വേണോ? ഏത് വേണമെങ്കിലും എടുക്കാം. എന്നാൽ അതെടുത്തോ, അതെടുത്തോ. അതാകുമ്പം ഇച്ചിരി വലുതാണ്. അത് മാത്രമല്ല കാലയിൽ ഇലാസ്റ്റിക്കും ഇല്ല, അപ്പം ചൂടെടുക്കത്തില്ല. അതെടുത്തോ. എന്നാൽ അത് 2 മതിയെന്നോ? ശരി. അങ്ങനെ ഉടുപ്പ് സെലക്ഷൻ കഴിഞ്ഞു. ഇനി ബാക്കി അവളങ്ങ് കൊണ്ടുവെക്കും കേട്ടോ. മടക്കുന്നില്ലേ? ഞാൻ പേരമ്മ മടക്കിത്തരാം. മടക്കി ആ റോസ് ബാസ്ക്കറ്റില്ലേ കുഞ്ഞാവയുടെ തുണി ഇട്ട് വെക്കുന്നേ, അതിനകത്ത് കൊണ്ട് വെച്ചാൽ മതി. ഞാൻ മടക്കിത്തരാം. അമ്മ അടുത്ത പണിയിലോട്ട് കിടന്നു കേട്ടോ. ഇലയെല്ലാം മുറിച്ചുകൊണ്ട് വെച്ച് ഇനി വിളക്കെല്ലാം കഴുകണം. എന്താടാ പറഞ്ഞു? അയ്യോ, അങ്ങനെ ഭാരതീയ വിദ്യാനികേതനിലെ 7, 8, 9 വർഷത്തെ പഠനം അല്ലേ? LKG തൊട്ട് നീ ഭാരതീയ വിദ്യാനികേതനിലല്ലേ പഠിച്ചത്? സ്ഥലം മാറിയെന്നല്ലേ ഉള്ളൂ അല്ലേ? LKG തൊട്ട് വിടായിരുന്നോ? PKG ആണോ കരിക്കകത്ത് പഠിച്ചേ? അതെ. അപ്പോൾ അങ്ങനെ 9 വർഷം ശ്രീ കാർത്യായനി വിദ്യാമന്ദിറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. 9 ഇരിക്കുന്നേ എങ്ങനാടാ? നീ നേരത്തെ അല്ലേ ചേർക്കുന്നേ? അതാ അങ്ങനെ എല്ലാവരും ചേർക്കുന്നേ. പിന്നെ 9 ഇരിക്കേണ്ടതൊന്നും ആയില്ല, അത്രയും താമസിച്ചൊന്നും.
ദേ കോവയ്ക്ക കുറെ പറിച്ചു ബാക്കി. ഇപ്പോഴത്തെ 8ാം ക്ലാസ് ആ അത് കുഴപ്പമില്ല, നിന്നെ അങ്ങനെ താമസിച്ച് ചേർത്തതാ. എന്തേ കോവലിന്റെ പന്തലിന്റെ അകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ. ആ രാവിലെ ഈ കത്തി ഇതുവരെ താഴെ വെച്ചില്ലേ? അപ്പൊ അങ്ങനെ BVN-നോട് വടയല്ലല്ലോ BVN-നോട് വിട പറഞ്ഞു അല്ലേ? ഇനി SKVHS. 8ാം ക്ലാസ് വിദ്യാർത്ഥി, ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി. നീ സൂക്ഷിച്ചോ, 2 അമ്മാവന്മാരാ നിന്നെ പഠിപ്പിക്കാൻ അല്ലേ? 2 അമ്മാവന്മാര്. എന്തായാലും കത്തിയും കൊണ്ട് നടന്നതിനൊരു പ്രയോജനം മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. കോവലിന്റെ കേടായ ഇലയെല്ലാം മുറിച്ചു കളയാൻ. അയ്യോ കോവല് വള്ളി വെട്ടിക്കളയല്ലേ ദൈവമേ. കോവലിന്റെ കേടായ ഇല മുറിക്കാനാ പറഞ്ഞത്, വള്ളി മുറിക്കരുത്. ഇല അത് കൈകൊണ്ട് ദേണ്ട ഉറത്തൂയി കിടക്കുന്നത്, കൈകൊണ്ട് പിടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിനക്കൊരു പണി, മൂർച്ചയൊന്നും ഇല്ലാത്ത വിച്ചാത്തിയാ. ആളും അകത്തെ പണി എല്ലാം എടുത്തു വെച്ചോ? അപ്പൊ ഇവളിനിയും നന്ദൂസിന്റെ സ്കൂളില് ഇപ്പം ഇനി മാളു ഇനി UKG അല്ലേ? മാളു ഇനി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ചേട്ടന്റെ പുറകിന് പോയി. മാളു ഇനി ഏത് ക്ലാസ്സിലാണെന്ന് പറഞ്ഞേ? മാളു LKG-യിലാണോ? UKG-യില്. നന്ദുച്ചേട്ടന്റെ ആണോ? വിദ്യക്കുട്ടി 1ാം ക്ലാസ്സിലായി, മാളു UKG-യിലായപ്പോ നന്ദുച്ചേട്ടൻ അവിടുന്ന് പോവാ. അപ്പുചേട്ടൻ പോകുന്നതിന് മുമ്പേ നീ അവിടെ കയറുതല്ലയോ? അതെ എന്റെ ആയുർജാക്ക് പ്ലാവ്. അയ്യോ ഒരെണ്ണം കേടായി പോയി, ബാക്കി അതായി വരുന്നു. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു ചക്കയുണ്ട്. പോയി കുളിക്കടാ. വേണ്ടേ മാളവിക സാവിത്രി ഇന്നലത്തെ ഉപ്പും. അയ്യോ കൊച്ചിന്റെ മുടി വെട്ടല്ലേ. കൊള്ള. അമ്മ കഴിക്കാൻ എടുത്തത് മോനും കഴിച്ചു, മുത്തശ്ശി കഴിക്കാൻ എടുത്തത് മോളും കഴിച്ചു. 2 അടി ഉണ്ടാക്കി. അവിടെ മുടിയെ പിടിച്ചാ അവള് നിന്റെ ചളക്ക് പിടിക്കും. അവിടെ ഇരുന്നോ? കണ്ടോ അവിടെ ഇരുന്ന് കഴിച്ചേനെ അവള് കഴിച്ചതാ. കണ്ടോ മുത്തശ്ശി എണീപ്പിച്ചിട്ട് അവളവിടെ ഇരുന്നായിരുന്നു. നീ അവന്റെ മടിയിലോട്ടങ്ങ് ഇരുന്നോടി. അതിന് തന്നെ അവൻ വന്നത് കേട്ടോ. അവൾക്ക് ജോലിയായിരുന്നു. അവള് മുത്തശ്ശിയെ തൂക്കാൻ സഹായിച്ചു, എന്നെ തുണി വിരിക്കാൻ സഹായിച്ചു അല്ലേ? ചേച്ചിയെ ചെന്ന് അടുക്കളയിൽ ഇച്ചിരി സഹായിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ കുളിപ്പിക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു. തുണി ഇന്നലത്തെ ബാക്കി മടക്കി വെച്ചു. അത് ഇന്നലെ ആയിരുന്നു, ഇത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു. എന്റെ മുത്തശ്ശി പറയ്ക്കുള്ള പൂവൊക്കെ റെഡിയാക്കണം. അതാ കണ്ടോ, ഉപ്പുമാവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമാണ്. പക്ഷെ ഇവിടെ വേണ്ട, ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ ഉപ്പുമാവ രാവിലെ ചൂടാക്കിയ മാളു. അത് അതുപോലെ വെക്കണം, അതുപോലെ നല്ലാതെ ചുമ്മാ കുഴഞ്ഞ്. മാളു അതൊന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കാണിച്ചേ. ആ ഉപ്പുമാവ് നല്ല വെറാന്ന് കണ്ടോ, ഇങ്ങനെ ഇരിക്കണം ഉപ്പുമാവ്. അല്ലാതെ കുഴച്ച് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്, സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എല്ലാം കൂടെ ഒരു തേങ്ങയൊക്കെ നല്ലോണം ഇടണം. അപ്പൊ ഉപ്പുമാവ് കഴിക്കും. അവള് എന്തായിരുന്നടി രാവിലെ നീ കഴിച്ചത്? അപ്പമാണോടി? അപ്പം കഴിച്ചതാ. എന്നാല് ചുമ്മാ ഇതൊരു രസം. മുത്തശ്ശിയൊക്കെ കഴിക്കുന്ന കണ്ടപ്പോ ഒരു രസം. അടയും ചക്കരയും പോലെ ഇരിക്കുന്നു ഇപ്പൊ. എപ്പോഴാ തിരിയുന്നതെന്ന് അറിയത്തില്ല. അവക്ക് ചുമ്മാ ഒരു കളി അത്രേ ഉള്ളു. കണ്ടേ, കെട്ടിക്കൊടുക്ക്, മുടി പിന്നിക്കൊടുക്ക്. നന്ദുചേട്ടനെ അറിയാം മാളു. നന്ദുചേട്ടനെ അറിയാം മുടി പിന്നെ. അവക്ക് ഇഷ്ടമല്ലടാ, അവക്ക് മുടി കെട്ടുന്ന ഇഷ്ടമല്ല, അതാ കുഴപ്പം. ഞങ്ങൾ എപ്പോഴും പറയുന്ന 2ആയിട്ട് മുടി നല്ലതായിട്ട് കെട്ടിത്തരാം. അമ്മയാടാ കെട്ടി കൊടുക്കുന്നേ അവളുടെ. പോയി കുളിക്കും കുഞ്ഞേ. അത്രേ ഉള്ളൂ. അല്ലാതെ കുറെ പേര് അങ്ങോട്ടും പോയി കുറെ പേര് ഇങ്ങോട്ടും പോയി ഒരാടെ കീഴിലൊന്നും ഇരിക്കും. കുഞ്ഞു പോയി കുളിയാണ്ട. ദേവൻകുട്ടനാണ്ടേ കുളിച്ച് കുഴലൂതുന്നു.
കുളിച്ചൊരുങ്ങി ഇന്നലെ സിനിമയ്ക്ക് പോകാൻ നേരം അങ്ങനെ അല്ലായിരുന്നോ? അതുപോലെ വാ, കുളിച്ചൊരുങ്ങി വാ. അപ്പം അച്ഛൻ വന്ന ഉടനെ അങ്ങ് പോയാൽ മതിയല്ലോ. ആ പടവലങ്ങ തോരനൊക്കെ ആക്കിയോ ഇവിടെ? ഓ അത് മതി, രസമൊക്കെ അത്ര വലിയ ഞാൻ നോക്കുമ്പോൾ ഒത്തിരി അങ്ങായിട്ട് പിന്നെ അധികം കളയാം. കൊള്ളാം, കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. പടവലങ്ങ തോരനുമായി ശരിയുള്ളല്ലോ, തികയോ? പിന്നെ അവർക്ക് ഇഷ്ടമൊക്കെയാ പടവലങ്ങ. കണ്ണൻകുട്ടൻ എണീച്ചു വന്നു, ഊഞ്ഞാലാടുവാണ്. എന്നിട്ട് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. പേരമ്മ മൈക്കിൽ കൂടെ എങ്ങനെയാ പറഞ്ഞേ? മൈക്കിൽ കൂടെ പറയാനെന്ന് പറഞ്ഞേ. മൈക്ക് എങ്ങനെ വെക്കുന്നേ? ആ അങ്ങനെയാണോ മൈക്ക്? ആ ഉണ്ടോ, ഇങ്ങനെ പറഞ്ഞു എന്നോട് മൈക്കിൽ കൂടെ പറയാൻ. വേണ്ട കണ്ണനെ കണ്ട് ഒന്ന് പാടിക്കേ, രാജു പാടിക്കേ. രാജു നല്ല പാട്ടുകാരി, ഒന്ന് പാടിക്കേ, രണ്ടുപേരും പാടിക്കും. കണ്ണേ ഉറങ്ങുറങ്ങ പാട് എന്നാ നീ പാട്. ഉണ്ടോ ഈ കണ്ണനെ കണ്ട് ഈ ഓമന മുത്തുറങ്ങാൻ വിചാരിക്കുന്നു. ഉറങ്ങുമോ അതോ ഉണരുവാണോ? ഇല്ലേടി, ഇനി കണ്ണനെ കണ്ട് ഉറങ്ങുമോ അതോ ഉണരുവോ? ആ ആലോചിക്കട്ടെ. എടുത്തു, ഇത്ര മതിയോ? സന്തോഷമായി പോരെ? എന്നാ പോയി കുളിച്ചാട്ടെ. പറ വരും, നിങ്ങൾ ഒരുക്കോ? പറക്കേ ചാണാൻ മെഴിക്കുമോ? നമുക്ക് പറ വരുന്ന വീഡിയോ എടുക്കണോ? ആ ഓക്കെ എടുക്കാം.